ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്താ ജയ പറഞ്ഞു കൊടുക്കേ? Q&A വ്ളോഗാണ്. അപ്പോൾ നമ്മൾ കുറേ കാലം മുന്നേ ഒരു പോസ്റ്റ് ഇട്ടീനി, തെക്കോയോ പോസ്റ്റ് ഇട്ടീനി. അപ്പം അതിൻ്റെ കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നേ Q&Aൻ്റെ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം അതാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളെ നമ്മളെ ജായി അന്തകമ്മയ്ക്ക് കൊടുക്കുകയാണെന്നാ ഇനി എങ്ങനെ പിടിക്കണം കേട്ടോ. എൻ്റെ അടുത്തേക്ക് ഏകദേശം എൻ്റെ തൊള്ളൻ്റെ ഉള്ളിൽ കയറ്റരുത്, ഒരു 1000 ഡിസ്റ്റൻസ് വെച്ചപ്പോൾ ഇവിടെ മതി. അപ്പം നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്, 10ൽ എത്ര വട്ടം തോറ്റു? 10ാം ക്ലാസ്സിൽ ഞാൻ എത്ര വട്ടം തോറ്റിക്കണേന്ന് എനിക്കറിയില്ല. എവിടെ പൊട്ടാൻ, ആ 10 തോറ്റില്ല, പാസ്സായിക്കണേ. അവൾ പാസ്സായിട്ടുണ്ട്, 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ട്. അപ്പം അതിൻ്റെ വ്ളോഗ് കുറേ ആൾക്കാർ കണ്ട്. കാരണം എന്താ വെച്ചാൽ ഓർക്ക് തോര നമ്മളെ എന്ത് കാണാൻ, നമ്മൾ റിസൾട്ട് അറിയാനും പഠിച്ചു. അല്ലാതെ ഞാൻ വ്ളോഗോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓർക്ക് അങ്ങനത്തെ വലിയ മൂടൊന്നും ഇല്ലല്ലോ. ഇത് 10ാം ക്ലാസ്സിൽ തോറ്റി പറഞ്ഞപ്പോൾ കാണാനുള്ള തോരനോണ്ട് എല്ലാവരും കണ്ടു. അപ്പോൾ നമ്മൾ പാസ്സായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്, മോൻ്റെ സ്ഥലം എവിടെയാണ്? ഞങ്ങളെ വീട് എവിടെയാണെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിൽ അരീക്കോട് എന്ന സ്ഥലത്തിൻ്റെ അടുത്തുള്ള മുണ്ടമ്പ്ര എന്ന സ്ഥലത്താണ്. അത് മുണ്ടമ്പ്ര ചെങ്ങായി, പിന്നെ ഇവിടെ നമ്മൾ അരീക്കോട് പറഞ്ഞാൽ വലിയ സ്ഥലമാണ്. അരീക്കോട് ഏത് ഭാഗത്താണ്? അരീക്കോട് പറഞ്ഞാൽ വലിയ സ്ഥലമാണ്. അപ്പം അരീക്കോടിന് അടുത്തുള്ള സ്ഥലമാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ്, മനസ്സിലായോ? കത്തിയില്ല. അങ്ങനെ ആരൊക്കെയുണ്ട് വീട്ടിൽ? ഞാൻ, ഈ നിൽക്കണ അന്തകമ്മി, പിന്നെ എനിക്ക് ഇപ്പച്ചിൻ്റെ ഉമ്മച്ചിൻ്റെ വല്യമ്മ ഉണ്ട്, വലിയപ്പ ഉണ്ട്, താത്ത ഉണ്ട്. അപ്പം ഞങ്ങളൊരു 7 ആൾക്കാരാണ് വീട്ടിലുള്ളത്. അത് എന്താണ് ഫ്യൂച്ചർ പ്ലാന്? ഫ്യൂച്ചർ പ്ലാൻ എന്താ വെച്ചാൽ അല്ലാത്ത ഒരു അപ്പം അങ്ങനെ കൂടുക, അല്ലാതെ ഫ്യൂച്ചർ പ്ലാൻ ഒന്നുമില്ല. അല്ല, എൻ്റെ പ്ലാൻസ് ചോദിച്ചേ. ഈ എൻ്റെ പ്ലാൻസ് അറിയാം, ഞാൻ എൻ്റെ പ്ലാൻസ് അറിയാം. ഈ എൻ്റെ പ്ലാൻസ് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞോ. ഫ്യൂച്ചർ എനിക്കെന്താ വെച്ചാൽ യൂട്യൂബ് എന്നുള്ളത് ഒരു സംഭവം. ആ സംഭവം യൂട്യൂബ് ഉണ്ടായാൽ കുറേ ഉപകാരങ്ങളുണ്ട്. യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഉണ്ടായ കുറേ ഉപകാരങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഭാവിയിൽ എന്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും അതിനൊരു നല്ലൊരു സംഭവം ഉണ്ടാവും. അതായത് പ്രൊമോഷന് കാര്യങ്ങളൊക്കെ നമ്മളെ ആൾക്കാരെ അറിയപ്പെടുമ്പോൾ എന്താണ്ടാവും, അതായത് ആൾക്കാരെ അറിയപ്പെടുമ്പോൾ നമ്മൾ എന്ത് ബിസിനസ് തുടങ്ങിയാലും വേഗം ഇതാവും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനത്തെ പ്ലാൻ. എനിക്കറിയില്ല കേട്ടോ എന്ത് തുടങ്ങുന്ന. ഒരു യൂട്യൂബാണ് നമ്മൾ ആദ്യം തുടങ്ങിയിട്ടുള്ളത്. ഇനി എന്തെങ്കിലും തുടങ്ങുന്നില്ല എന്നൊന്നും അറിയില്ല അല്ലേ? നമ്മളല്ല ആലോചിച്ചു. അപ്പം അങ്ങനെ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. കല്യാണപ്രായം എത്തിയോ? അതെ, എത്തിയിട്ടില്ല. കല്യാണപ്രായം എത്തിയോ നിങ്ങൾക്ക് ചോദിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, എനിക്ക് എത്ര വയസ്സായിട്ടില്ല, ഞങ്ങൾക്ക് വയസ്സ് പറഞ്ഞാൽ കേട്ടോ. എനിക്ക് 15 വയസ്സായത്. ജൂൺ 16-ാം തീയതി എനിക്ക് 16 വയസ്സാവും. ഈ കാണുന്ന ചങ്ങായിക്ക് 16 വയസ്സാവുള്ളൂ. അപ്പം 16 വയസ്സിൽ കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. ഇല്ല അറിയാതെ ഞാൻ പൈനും കുറേ ഊക്കിട്ടു കേട്ടോ. 16 വയസ്സിൽ കല്യാണം കഴിച്ചില്ല. ഓക്കെ, അങ്ങനെ കമൻറ്റ് ഇട്ടാൽ എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കടക്കാൻ പോവാം. അപ്പോൾ അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പോൾ എന്താ പറഞ്ഞു നിർത്തി? ഞാൻ പറഞ്ഞിനി ഫ്യൂച്ചർ പ്ലാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ചോദിച്ചു അതെന്നെ പറയണേന്ന്. ഞാൻ പറയാൻ നിനക്കിതൊക്കെ നിർത്തി പോയിക്കൂടെ? അപ്പം ഓരോണം എനിക്കെന്താ പറയാല്ലേ? നിങ്ങൾക്കില്ലേ കാര്യം, ഞങ്ങൾക്കല്ലേ ഞങ്ങൾ നോക്കിക്കൊണ്ട്. അപ്പോൾ നിർത്തി പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഞങ്ങളിഷ്ടല്ലേ അല്ലേ? നിങ്ങളാരാ? അല്ലാതെ നിങ്ങളൊന്നല്ലല്ലോ പറയണേ. ഞാൻ എന്താ വെച്ചാൽ വീഡിയോ ഞാൻ യൂട്യൂബിലേക്ക് വിടുന്നുണ്ട്. അല്ല നിങ്ങളേക്ക് ഞാൻ പേഴ്സണലായിട്ട് സെൻഡിക്കാണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ വെറുപ്പിക്കണോ അങ്ങനെയൊന്നുമില്ല. ഞാൻ ജസ്റ്റ് സ്റ്റോറി ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ആ താല്പര്യം കാണുക അല്ലെങ്കിൽ കാണാതിക്കുക. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വലിയ റോങ് കണ്ടിട്ടോ. അപ്പം നെക്സ്റ്റ് വയസ്സ്. സോ ആ വീട്ട അളഞ്ഞിട്ടോ വയസ്സ് ചോദിച്ച്. വയസ്സ് എനിക്ക് 15 വയസ്സാണ്. ഇനി ജൂൺ 16-ാം തീയതി എനിക്ക് 16 വയസ്സാവും. 16 വയസ്സ്. അതിൻ്റെ ഏജ് എത്ര?
എനിക്ക് 8. 8 വയസ്സ്. അപ്പം അങ്ങനെയാണ്. പിന്നെ അറിയാം എനിക്ക് വേറെ കോമഡി കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് വേറെ ആരും ജനിച്ചതൊന്നും അറിയില്ല കേട്ടോ. ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും അറിയില്ല. എനിക്ക് എൻ്റെ മാത്രമേ അറിയുള്ളൂ. ഇവൻ്റെ പോലും എനിക്കറിയില്ല. സിസ്റ്ററോ അല്ലെങ്കിൽ ആരെയും പറയുന്നത് കേൾക്കുമ്പോഴേക്കാരും എനിക്കൊന്നും അറിയില്ല. ഒന്നും അറിയില്ല മീൻസ് ഞാൻ നോക്കിയല്ല. ഓ എന്നാൽ എൻ്റെ പറയും എനിക്ക് അത്ര ബുദ്ധി ഉണ്ടെങ്കിൽ ജൂൺ ഞാൻ നേരത്തെ പറയുന്നിട്ടുണ്ട് ഉണ്ടാക്കണ്ട കേട്ടോ. ഞാൻ അപ്പം ജൂൺ 16. ഉറപ്പാണോ? നേരത്തെ അപ്പോൾ വ്ളോഗ് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ എനിക്കറിയില്ല വേറെ. അതെ അതെ വെറുതെ പറഞ്ഞ നമുക്കറിയില്ല ഇപ്പം. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഇജ്ജ് ഏത് സ്കൂളിലാണ് പഠിച്ചത്? കാവന്നൂർ മജ്മ സ്കൂളിലാണ് ജാതിയും പഠിച്ചത്. ഞാൻ ഏത് സ്കൂളിൽ പഠിച്ചതെന്ന് വെച്ചാൽ സുല്ലം അരികോട് സുല്ലം ഓറിയൻ്റ് സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞു, 10ാം ക്ലാസ് കഴിഞ്ഞു. ഇപ്പോൾ വെക്കേഷനിലാണ്. നെക്സ്റ്റ് സ്കൂളൊക്കെ കിട്ടാനുള്ള ഓരോ പരിപാടിയിലാണ്. കിട്ടുമല്ലേ നമുക്ക് കാണാം. ഇൻ്റേത് ഇനി 2 ദിവസം കഴിഞ്ഞാൽ തുറക്കും. അപ്പോൾ സ്കൂൾക്ക് പോകേണ്ടി വരും. അപ്പോൾ വ്ളോഗ് കുറച്ച് കുറയും ലോങ് കേട്ടോ. അപ്പം ജായ് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇജ്ജ് എത്ര പറഞ്ഞെടുത്താ? ഞാൻ 2ൽ. 2ലല്ല ഇനി 2ക്ക്. ഇനി ശേഷം ഇനി 2 കഴിഞ്ഞു, ഇനി 3ക്കാണ് അങ്ങനെ ശേഷം അവിടെ പറഞ്ഞ കേട്ടോ. അപ്പം ഞാൻ എന്താ വെച്ചാൽ ഞാൻ +1ക്കാണ് കേട്ടോ പറഞ്ഞു. പിന്നെ എന്താ 10 കഴിഞ്ഞിട്ട് ഇപ്പോൾ അവർക്കറിയില്ല. ഇപ്പോൾ അല്ല 9 കഴിഞ്ഞിട്ട് +1ക്കോ ഏതാ ചേച്ചി? +1 ഏത് ഇതെടുക്കാനാണ് എടുക്കുന്നത്? ഇതാ എടുക്കുക വെച്ചാൽ സുഖമെടുക്കും ഒക്കെ കണക്ക് തന്നെ കേട്ടോ. കിട്ടിയില്ലെങ്കിൽ നമ്മൾ വേറെ ഇത് കുറേ ആൾക്കാരില്ല അങ്ങോട്ട് എഴുതിയെടുക്കും. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ പറഞ്ഞാൽ നമ്മൾ ഓരോ തീരുമാനിച്ചണം. ഞാൻ ഇതൊക്കെ വെച്ചാൽ ഹ്യൂമാനിറ്റീസാണ് താല്പര്യം പറഞ്ഞാൽ ഏതുമില്ല. മീൻസ് ഹ്യൂമാനിറ്റീസ് ഏക്കാരെന്ന് വിചാരിക്കണു. ഹ്യൂമാനിറ്റീസോ അല്ലെങ്കിൽ കൊമേഴ്സോ? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പ്രപ്പോസൽസ് കിട്ടിയിട്ടുണ്ടോ? എനിക്ക് കിട്ടീനോ? കിട്ടി. സത്യം പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞിട്ട് ചോദിക്കലൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ കിട്ടീനോ? സത്യം പറഞ്ഞോ? എനിക്കങ്ങനെ വല്ലൊന്നുമില്ല കേട്ടോ. അതാണ് അങ്ങനെ പ്രപ്പോസൽസ് ആയിട്ട് അങ്ങനെ വരലില്ല. വെറുതെ വരാട്ടോ. അങ്ങനെ കമ്മിറ്റഡ് ആണോ? അതെ ഗൈസ്, കമ്മിറ്റഡ് അല്ല. ഇത് കമ്മിറ്റഡ് ആണോ? കമ്മിറ്റഡ് പറഞ്ഞാൽ എത്താ അറിയോ? കല്യാണം കഴിച്ചോ? ഒന്ന് അന്തം കേട്ടോ. ഇവൻ്റെ പ്രായത്തിൽ എനിക്ക് അങ്ങനെ ആ വേർഡ്സ് ഒന്നും എനിക്ക് അറിയില്ല. കുട്ടികളൊക്കെ വളരെ ഉണ്ട്. എൻ്റെ അതിക്ക് ഇത്ര ഒന്ന് ചെറിയ കുട്ടിയായ എപ്പോഴും കുത്തും. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. വളർന്ന് ചെമ്പാകും. അതെ എവിടെ ഇപ്പം നമ്മൾ എത്തിയാ? കമ്മിറ്റഡ് ആണോ? അത് ചോദിച്ചു. അത് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആയിക്കോട്ടെ. എനി വേഴ്സ്റ്റ് എക്സ്പീരിയൻസ്? ഏറ്റവും മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്ക് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു എക്സ്പീരിയൻസ് ലൈഫിൽ നടന്നേ? വയനാട്ടിൽ പോയപ്പോൾ എന്താ സംഭവിച്ചേ? അതല്ല, ടൂർ പോയില്ലേ എന്നാള്? അതെ. അന്നെന്താ സംഭവിച്ചെന്താ പറയും? വെറുതെ പോയി ഒന്നില് കയറി എന്നിട്ട് നടന്ന് കാലിൻ്റെ കമ്മിക്ക് പോയി. അപ്പോൾ എനിക്ക് മോശമായിട്ടുള്ള പറഞ്ഞാൽ അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റിയ എനിക്കറിയാം എൻ്റെ മോശം. അതിൻ്റെ അല്ല പിരാന്ത് പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഞാൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും മോശമായിട്ടുള്ള സംഭവം എനിക്ക് തോന്നിയില്ല. എൻ്റെ മോശമായിട്ടുള്ള സന്ദർഭം എന്താ വെച്ചാൽ ചിലപ്പോൾ ഒക്കെ ഉണ്ടാവും. ഞാൻ ആലോചിച്ചിട്ട് എനിക്കങ്ങനെ ഇല്ല കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ പറയാനായിട്ട് ഇല്ല മോശം. പിന്നെ അതുപോലെ എനിക്ക് ഒരു സംഭവം നമ്മൾ കഴിഞ്ഞു പോയെന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയില്ല ചോദിച്ചാണ്ട് സങ്കടപ്പെട്ടിരിക്കുകയല്ല കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ അത് കിട്ടിയില്ലല്ലോ ചോദിച്ചാൽ അങ്ങനെ നിൽക്കില്ല. വന്ന് നമ്മൾ വിടുക. പോയ ബസ്സിന് കയറ്റിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ അടുത്ത ബസ്സിന് നോക്കുക, അത്രേ ഉള്ളൂ. അല്ല എനിക്ക് കഴിഞ്ഞു പോയതിനെ കുറിച്ച് അങ്ങനെ ഒരുപാട് പറയുന്നതിന് ഇഷ്ടമല്ല, തീരെ ഇഷ്ടമല്ല. പക്ഷെ നമുക്ക് ഇനി എന്തൊക്കെ തിരുത്താൻ കഴിയും എന്നുള്ളത് അങ്ങനെ പറയും. എനിക്കറിയില്ല. പിന്നെ ഹോബീസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിലും ആവറേജാണ്. അത്യാവശ്യം ചെറുതായിട്ട് വീഡിയോ എടുക്കും, ചെറുതായിട്ട് എഡിറ്റ് ചെയ്യും, ചെറുതായിട്ട് യൂട്യൂബിൽ വ്ളോഗ് ഇടും. പിന്നെന്താ ചെറുതായിട്ട് ഇൻസ്റ്റയിലും വീഡിയോ ഇടും.
ചെറുതായിട്ട് വരക്കും, ചെറുതായിട്ട് പാട്ട് പാടും, ചെറുതായിട്ട് പാട്ട് എഴുതും, ചെറുതായിട്ട് പാരഡി ചെയ്തു, അങ്ങനെയൊക്കെ ഒക്കെ ചെറുതായിട്ട്, ഒന്നും വലുതായിട്ട് അങ്ങനെ വലിയ വെറൈറ്റി ആയിട്ടും. ഹോബി എൻ്റെ ഹോബി അതാ. സോറി, ഞാൻ എൻ്റെ ആയിക്കും പറയണേ. ഇവൻ്റെ ഹോബി അന്ന് എൻ്റെ ഹോബീസ് എന്തൊക്കെ ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ ചെയ്യാം? തിന്നാന്നുള്ള സ്വയലുള്ളൂ കേട്ടോ. പക്ഷേ ഞാൻ എന്താ വെച്ചാൽ ഇവൻ്റെ എല്ലാവരെ എത്രയോ അധികം തിന്നു. ഞാൻ എൻ്റെ പശിൻ്റെ എല്ലാവരൊക്കെ പശിൻ്റെ അത്രയ്ക്ക് ഞാൻ തിന്നും, പക്ഷേ എൻ്റെ മേത്തി കുടിച്ചിട്ടില്ല. എത്തപ്പോൾ കാട്ടണേ തോ ആട്ടിക്കൂടി കേട്ടോ ക്യാമറയുടെ മുന്നിൽ. ആരും അറിയാതെ ചെയ്ത ഒരു കാര്യം, ആരും അറിയാതെ ചെയ്ത കാര്യം അപ്പം ഇങ്ങോട്ട് അറിയാൻ പറ്റുമോ അല്ലേ? അപ്പം ഇജ്ജ് പറഞ്ഞ ആരും അറിയാത്ത ചെയ്തൊരു കാര്യം. സർപ്രൈസ് കൊടുക്കുക. സർപ്രൈസ്. എന്ത് സർപ്രൈസ് തന്നിന് പറയും? ആർക്ക്? എനിക്ക് ഇച്ചിരി സർപ്രൈസ് തന്നില്ലേ ഫ്രിഡ്ജ് അതല്ലേ? അതെ. പക്ഷേ എല്ലാവരും അറിയണേ, മീൻസ് അവൻ എത്ര ഉണ്ടാവുള്ളൂ. അപ്പം എനിക്ക് ആരും അറിയാതെ വെച്ചാൽ കുറച്ച് ആൾക്കാർ അറിഞ്ഞൊരു കോമഡി ആയിട്ടുള്ള സംഭവം ഉണ്ട് കേട്ടോ. അതായത് ഞാൻ 7ാം ക്ലാസ് പഠിച്ചിരുന്ന സമയത്ത് ഒരു ചെങ്ങായി ഞങ്ങൾ ആൻറ്റി പറഞ്ഞില്ലേ, ഞാൻ പറയണേ പക്ഷേ ഇജ്ജ് ഞാൻ അറിയാതല്ലോ ചെയ്തത്. അതാ ഞാൻ എനിക്ക് എത്തിയില്ല കേട്ടോ. ഇനി ഉണ്ടാക്കി ഞാൻ പറയട്ടെ. ഞാൻ പറയണ ഇടയിൽ പറയില്ലേ, ഓൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് നിൽക്ക് പറയാക്ക് ഞാൻ പറയാക്കിട്ടില്ല. ഞാൻ 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ സ്കൂളിൽ എന്താ പറയുക, ആ ടൈമിലൊക്കെ എന്താ വെച്ചാൽ ഇപ്പോഴും ചില സ്കൂളിലൊക്കെ അങ്ങനെ കേട്ടോ ബെല്ല് പറഞ്ഞാൽ ഇങ്ങനെ അടിച്ചാൽ മുട്ടിയാണ്ട് ആക്കുന്ന സംഭവം, ടിൻ 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 പറഞ്ഞാടി. ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനത്തെ സംഭവം ഇനി. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ 3 ആൾക്കാർ ഇങ്ങനെ എന്തോ സംസാരിച്ച് എൻ്റെ 2 ചെങ്ങന്മാരെന്തായിക്കണേ പിടിച്ചിന് സ്റ്റാഫ് റൂമിൻ്റെ മുന്നിൽ. അപ്പം അങ്ങനെ പിടിച്ചിരിക്കുമ്പോഴാണ് ഞാൻ കയറിയില്ല. അപ്പോൾ ഞങ്ങൾ എന്തോ വർത്താനം അങ്ങനെ. അപ്പോൾ ഞങ്ങൾ എന്നാൽ ധൈര്യം ഉണ്ടെങ്കിൽ ഒരു പണിയുണ്ട്, വെല്ലുമ്മ ഇങ്ങനെ അടിച്ച മെല്ലെ കല്ലുകൊണ്ടൊക്കെ ഇങ്ങനെ അടിച്ച മെല്ലെ ചെന്നോട് പറഞ്ഞു ധൈര്യം ഉണ്ട് എനിക്ക് ഉറക്കട അടിച്ചാൽ എന്നോട്. അപ്പോൾ ഞാൻ വെറുതെ ഒരു ഒറ്റ മൈൻഡിലൂടെ ഉറക്കട അടിച്ചു. അതായത് ബെല്ലടിക്കണതിൻ്റെ ഒരു എന്താ പറയുക ഒരു 15 മിനിറ്റ് മുന്നേക്കെ. എന്നിട്ട് അപ്പം ഇങ്ങനെ വലിയ കുഴപ്പമില്ല. അതായത് കുറേ അടിച്ചിട്ടൊന്നുമില്ല. അതായത് ഒരു ബെല്ലിന് ഈ ബെല്ലിന് ഇത്ര അടി അങ്ങനെയൊക്കെ അല്ലേ. ഞാൻ എന്താ വെച്ചാൽ ഞാൻ 2-3 അടി അങ്ങനെ എന്തോ വെറുതെ അടിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും നോക്കി, ഞാൻ വേഗം മാറി നിന്നിട്ടോ. പിന്നെ കഴിഞ്ഞാറുണ്ട് സ്കൂളിലത്തെ ഓരോ ടീച്ചർമാരിങ്ങനെ ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി സ്റ്റാഫ് റൂമിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ എന്തോ സംസാരമായിക്കണേ, ബെല്ലടിച്ച് ഇത്ര നേരത്തെ അടിച്ച് എന്നൊക്കെ പോയി. അപ്പോൾ സംഭവിച്ചത് ഞാൻ ബെല്ലടിച്ച് കെട്ടാനാണ് പോയത്. അപ്പോൾ എനിക്ക് സത്യം പറയില്ല നല്ല പേടിയായി. എൻ്റെ വീട് പറഞ്ഞാൽ ഞാൻ 7ാം ക്ലാസ് പഠിച്ചിരുന്ന സമയത്ത് ഞാൻ 7ാം ക്ലാസ് ആ സ്കൂളിൽ എന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ അടുത്താണ്. ഞാൻ നേരം എന്താ ഉച്ചയ്ക്ക് തിന്നാൻ വീട്ടിൽ പോയി പേടിയായിട്ട്. ചുമക്കെ സീനാക്കി എനിക്ക് വിളിച്ചിരുന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ മുങ്ങിയിട്ടോടുന്നു. ഞാൻ ആരും കണ്ടി മീൻസ് കുറച്ച് ആൾക്കാർ അറിഞ്ഞിട്ടുള്ളൂ, പക്ഷെ ആരടിച്ചെന്ന് അങ്ങനെ ആർക്കും അറിയില്ല. ഞങ്ങൾ 3 ഫ്രണ്ട്സ് അങ്ങനെ കുറച്ച് ആൾക്കാരെ അറിയുള്ളൂ. അപ്പോൾ അങ്ങനെ നിൽക്കണേ. എന്നിട്ട് ഞാൻ നേരം എന്ത് ചെയ്ത് ഉച്ചയ്ക്ക് ബെല്ലടിച്ചുമ്പോൾ സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരൊക്കെ പോയി ക്ലാസ് കയറി. പിന്നെ വലിയ സീനൊന്നും ഉണ്ടായിട്ടില്ല. ചെങ്ങന്മാരിങ്ങനെ പറഞ്ഞ് എന്നെ പിടിച്ചു അങ്ങനെയൊക്കെ. പക്ഷേ എന്നെ ഒരു മറന്നു, അത് ഞാൻ എന്നെ കാണാത്തതുകൊണ്ട് എനിക്കറിയില്ല. അങ്ങനെ വലിയ അങ്ങനെ സിമ്പിളായിട്ട് അങ്ങനെ വിട്ടു. അപ്പോൾ അതാണ് എൻ്റെ ഇത് ആരും അറിയാത്ത ചെയ്തത് അല്ലേ? അപ്പം എനിക്കറിയൊന്നുമില്ല, ഞാൻ പറയണത് കേട്ടിക്കാണ്. അപ്പം അതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റേഞ്ചിന് ചെറിയ പ്രശ്നം കേട്ടോ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ഗൈസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ചാനൽ തുടങ്ങിയതിന് ശേഷമുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ചാനൽ തുടങ്ങിയ ശേഷം മാറ്റം എന്തൊക്കെയാണ്? എനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ തോന്നി വ്ളോഗും കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയിട്ട്? അതിന് ഫസ്റ്റ് തുടങ്ങി വെച്ചിന് പിന്നാണ് ഞങ്ങൾ ഇതാക്കി ഒന്ന്. പക്ഷേ അല്ല, എനിക്ക് മാറ്റങ്ങളാണ് ചോദിച്ചത്. അതായത് ഇപ്പം ഞാൻ ആരെങ്കിലും കളിയാക്കി അല്ലെങ്കിൽ എന്തെങ്കിലും അടിപൊളിയായിരുന്നു അങ്ങനെ എന്തെങ്കിലും പറയണ്ടോ? അതോ അത് പറഞ്ഞാൽ മോശമാണ്, പക്ഷെ എന്നാലും ഞാൻ പറയാണ്. പറഞ്ഞോ. എൻ്റെ അപ്പച്ചനെ അങ്ങനെ ഇന്നലെ പെരുന്നാളേന്. അപ്പം കാക്കാൻ്റെ വീഡിയോ അല്ലേ ഇങ്ങനെ ചോദിച്ചാൽ സ്വയം എടുക്കാം. ഇൻസുവേൻ എന്താ വെച്ചാൽ നമുക്കറിയാലോ ഓല് വീഡിയോ അല്ല അത് പൊതുവേ എല്ലാവർക്കും അനുഭവിക്കുന്ന സംഭവമാണ്. ഞാൻ അപ്പോൾ വീഡിയോ ചെയ്യാം, അപ്പോൾ ഒരു വീഡിയോ അല്ലേ ചോദിക്കും. നമ്മൾ ഇതല്ലേ വീഡിയോ ചെയ്യുന്ന ആൾക്കാരല്ല, അപ്പോൾ ഒരു വീഡിയോയിൽ ചോദിക്കും. അപ്പോൾ ഇവന് പറയുന്ന കാര്യമൊക്കെ ഉണ്ടാവുക. അങ്ങനെ ആരുടെ ആദ്യമായിട്ട് കയറി അങ്ങനെ ചോദിക്കണത് എന്നോട് എന്താ വെച്ചാൽ എല്ലാവരും ചോദിച്ചു വീഡിയോ ഉണ്ടെന്ന് അങ്ങനെ ചോദിച്ചു.
നമ്മളത് തമാശയായിട്ട് എടുക്കുക അത്രേ ഉള്ളൂ. അതായത് നമ്മൾ സീരിയസ് ആക്കിയാണ്. പിന്നെ ചിലവർ അറിയും അടിപൊളിയാണ് ഇനി ചെയ്യേണ്ടിട്ടോ അങ്ങനത്തെ ടൈപ്പൊക്കെ ചെയ്യേണ്ടിട്ടോ അറിയും. ചിലവർ അറിയും ഇന്നലെ ഇട്ട വീഡിയോ ഭയങ്കര പറയും കേട്ടോ. അങ്ങനെയുള്ള ഉള്ള പോലെ വരട്ടോ. ചിലവരൊക്കെ നമ്മൾ കേൾക്കേണ്ടത് നമ്മൾ കേൾക്കും. ഉപദേശങ്ങൾ ഞങ്ങൾ കേൾക്കും. പക്ഷേ എന്താ പറയുക പുച്ഛങ്ങളും നമ്മൾ ഈ ചെവി കൂടി കേൾക്കും ഈ ചെവി കൂടി വിടും അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ അതന്നെ പറഞ്ഞിരിക്കുക തന്നെ ഊക്കണോലും ഊക്കും. നാട്ടിൽ കുറേ ആൾക്കാർ സപ്പോർട്ട് ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ അത് പറയാൻ കുറേ ആൾക്കാരുണ്ട്. ദിലു ആവട്ടെ അതായത് യൂൻസ് ആവട്ടെ എല്ലാവരും അലശേക്ക് സപ്പോർട്ട് ചെയ്യും. മിശാൽ കേട്ടോ ഞാൻ മറന്നതാണ്. എല്ലാ വീഡിയോക്ക് ഞാൻ എപ്പോൾ വിളിച്ചാൽ വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞാലും അവൻ വരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ മിശാൽ ഇപ്പോൾ കുറച്ച് വീഡിയോസിലും കാര്യങ്ങളൊന്നും വരില്ല കാരണം അവിടെ നാട്ടിലില്ല. അങ്ങനെയാണ്. 10th തോറ്റാൽ എന്ത് ചെയ്യാൻ ആയിരുന്നു പ്ലാന്? അല്ല മീൻസ് അത് പറ്റി ഞാൻ 10th തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക പഠിച്ചോനെ ഇവനൊക്കെ ഇങ്ങനെയൊക്കെ കേട്ടോ. ഞാൻ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ ഇവനെ പേടിച്ചണം. അത് വെച്ച് പരീക്ഷയ്ക്ക് തോറ്റാൽ ഇവനെ പേടിച്ചണം കേട്ടോ. ഞാൻ വെച്ചാൽ തോറ്റാൽ ചിലപ്പം നാട്ടിലൊക്കെ പുറത്തേക്ക് ഇറങ്ങിയാൽ കുറച്ച് കുറയും. പിന്നെ കുറച്ച് ദിവസം എനിക്കറിയില്ല. അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് കുറച്ച് മാറി നിൽക്കും. എന്നിട്ട് ഞാൻ കുറേ ഞാൻ പോവും. ഞാൻ പണിക്ക് പോവും. അല്ലെങ്കിൽ ഞാൻ എന്താ വെച്ചാൽ യൂട്യൂബിൽ ഒന്നെങ്കിൽ എൻ്റെ ഉമ്മച്ചി വീട്ടുകാർ ഫോണും കാര്യങ്ങളൊന്നും വാങ്ങി വെച്ചില്ലെങ്കിൽ ഞാൻ ഫുള്ള് വീഡിയോ ഇടും. പിന്നെ നിറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ അടിപൊളി കണ്ടന്റുകൾ കൊണ്ടുവരും. അപ്പോൾ നമ്മൾ വാശാവും ആക്കി നമ്മൾ സെറ്റാക്കും. അപ്പോൾ നമ്മൾ വീട്ടിൽ വൈഫൈ ഇല്ല കേട്ടോ. അപ്പോൾ വൈഫൈ വെക്കണം നല്ല പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെക്കാനില്ല സപ്പോർട്ട് വേണം. അപ്പോൾ എപ്പോഴും വീഡിയോ ഒക്കെ ചെയ്യാട്ടോ. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. പിന്നെ ഹൂ ഇൻഫ്ലുവൻസ് യു മോസ്റ്റ് അങ്ങനെ പറഞ്ഞാൽ ആരാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് വീഡിയോക്ക് മാടിച്ച് പറഞ്ഞാൽ നാട്ടിലത്തെ ഞാൻ പറഞ്ഞില്ലേ യൂൻസും അതേമാതിരി തന്നെ വിലക്കെ ദിലു അങ്ങനെ കുറേ ആൾക്കാർ ഫ്രണ്ട്സായിട്ട് ചിലർ നമുക്ക് പറയട്ടോ ഇനി ചെയ്തുക്കോ എനിക്ക് കാര്യം ഉണ്ടാവും ഒക്കെ ഒരു പറയും. അപ്പം അങ്ങനെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ചെയ്തുക്കോന്ന് അങ്ങനെ കേട്ടോ. ഇഞ്ഞാളൊന്നുമില്ല എല്ലാവരും കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ പറയാലോ. പിന്നെ സപ്പോർട്ട് ചെയ്യാത്തവരും ഇങ്ങോട്ട് അങ്ങനെ പറയലൊന്നുമില്ല. അതിൻ്റെ കഥ ഒരു അങ്ങനത്തെ ടൈപ്പിൽ എടുക്കും. അപ്പം അങ്ങനെയൊക്കെയാണ്. അതിൽ കേൾക്കൂല വേണ്ട എൻ്റെ കയ്യിൽ മൈക്ക് എൻ്റെ കേൾക്കുള്ളൂ. പാളീന്. അപ്പം എന്തായാലും ഇനിയിപ്പോൾ എന്താ ക്വസ്റ്റ്യൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത്ര തന്നെ ഉള്ളൂ. എന്തുണ്ടെങ്കിലും ഞാൻ പറയാട്ടോ. അപ്പോൾ അപ്പം ഒരുവിധം ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ ഉത്തരം തന്നിട്ടുണ്ട്. അപ്പം എന്തായാലും എന്താ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കുകയാണ്. അതായത് നമ്മൾ ഇതിന് വ്ളോഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഷോർട്സേ ഉള്ളൂ. ലോങ് വീഡിയോ അങ്ങനെ ഇഷ്ടമല്ല. എനിക്ക് ചടക്കണ അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വീഡിയോ എടുത്തിട്ട് നമുക്ക് മോശമാകുമ്പോൾ നമുക്ക് എത്രത്തോളം നല്ല ഔട്ട് ചിലപ്പോൾ നമുക്ക് വീഡിയോ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും അവിടെ ഒഴിവാക്കി ഡിലീറ്റ് ആക്കി കളയലാണ്. അപ്പോൾ അതേമാതിരി എന്തായാലും ഇത് വ്ളോഗ് നമുക്ക് മൂഞ്ചിക്കണേ അങ്ങനെയൊക്കെയാണ് കേട്ടോ. മറക്കണം. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട മതി. അപ്പം ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. നല്ല വീഡിയോ ചെയ്യാനേക്കും. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാണ്ടെങ്കിൽ അടിയിൽ താഴെ കമൻറ്റ് ആയി കിട്ടോളി. അപ്പം നല്ല വീഡിയോ കാണാന്നേരേക്കും ബൈ ഓൾ ഗൈസ്. ഞാൻ ഓഫാക്കാൻ പറ്റുന്നില്ല.